गुड मॉर्निंग चिल्ड्रन। आज हमें पार्ट 7 अब कहाँ दूसरे के दुख से दुखी होने वाले पार्ट का प्रश्न का उत्तर सुनिए। फर्स्ट क्वेश्चन, बड़े बड़े बिल्डर समुद्र को पीछे क्यों धकेल रहे थे? ബഡേ ബഡേ ബിൽഡർ, വലിയ വലിയ ബിൽഡിംഗ് ഒക്കെ ഉണ്ടാക്കുന്നവർ സമുദ്രത്തെ എന്തുകൊണ്ടാണ് പിന്നോട്ട് അവിടെയൊക്കെ നികത്തിയിട്ട് ബിൽഡിംഗ് ഉണ്ടാക്കുന്നത് എന്ന്. ബഡേ ബഡേ ബിൽഡർ ആൻസറാണ് ബഡേ ബഡേ ബിൽഡർ സമുദ്രക്ക് രേത്തിയിലെ പറഞ്ഞാൽ മണലൊക്കെ ഉള്ള ആ കിനാരെ, ആ തീരത്ത് കബ്ജ കർക്കെ അധികാരം സ്ഥാപിച്ചിട്ട് ഉസ് മാനവ ബസ്തി ബസാനേക്ക, മനുഷ്യർക്ക് ബസ്തി എന്ന് പറഞ്ഞാൽ കോളനികൾ ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഷഡ്യന്ത്ര കർഹേ थे. ഷഡ്യന്ത്രം എന്ന് പറഞ്ഞാൽ ഗൂഢാലോചന, രഹസ്യമായിട്ട് ഗൂഢാലോചന നടത്തുകയായിരുന്നു. ഇസ് പ്രകാരവേ മൻചാഹ ധൻ കമാരഹേ थे. അങ്ങനെ അവർ മൻചാഹ എന്ന് പറഞ്ഞാൽ മനസ്സിന് ഇഷ്ടമുള്ളത്രയും ധനങ്ങൾ സമ്പാദിക്കാൻ കഴിഞ്ഞു എന്ന്. സമുദ്രം നിരപ്പാക്കിയിട്ട് അവിടെ ബിൽഡിങ്ങൊക്കെ ഉണ്ടാക്കിയിട്ട് പണം സമ്പാദിച്ചു. ലേഖക കാ ഘർ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലേഖക കാ ഘർ കിസ് ഷഹർ മേ ഥാ? ലേഖകൻ്റെ വീട് എവിടെയായിരുന്നു എന്ന്? ഏത് ഷഹർ, ടൗണിലാണ്. ലേഖക കാ ഘർ ഗ്വാളിയർ മേ ഥാ. ഗ്വാളിയർ എന്നുള്ള സ്ഥലത്താണ് ലേഖകൻ്റെ വീട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ജീവൻ കൈസെ ഘറോമേ സിമട്ടനെ ലഗാ ഹേ? എങ്ങനെയുള്ള വീടുകളിലായിരുന്നു ഇവർ ജീവിതം കഴിച്ചു കൂട്ടിയിരുന്നു? ആൻസർ, ആജ്കൽ ജീവൻ ബന്ദ് ഡിബ്ബോ ജയ്സെ ഘറോമേ. ഡിബ്ബോ എന്ന് പറഞ്ഞാൽ കമ്പാർട്ട്മെൻറ്റ്, ചെറിയ വീടുകൾ, അതിങ്ങനെയാണ് കഴിച്ചു കൂട്ടിയത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കബൂത്തർ പരേശാനിമേ ഇധർ ഉധർ ക്യോ ഫട്ഫടാ രഹേ തെ? പ്രാവ് എന്തിനാണ് വിഷമിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പറന്ന് കളിച്ചത്? ആൻസർ, കബൂത്തർ പരേശാനിമേ ഇധർ ഉധർ ഇസ്ലിയെ ഫട്ഫടാ രഹേ തെ ക്യോംകി ഉൻകെ ദോനോ അണ്ടേ ഫൂട്ട് ഗയേ തെ. പ്രാവിൻ്റെ 2 എഗ്ഗുകളും പൊട്ടിപ്പോയി. ഏക് കോ ബില്ലീനെ ഖാലിയ, ഒന്ന് ബില്ലി കഴിച്ചു. തോ ദൂസരെ ലേഖകി മാം കെ ഹാത്ത് സേ ടൂട്ട് ഗയാത്ത, ലേഖകൻ്റെ അമ്മയുടെ കയ്യിൽ നിന്ന് പൊട്ടിപ്പോയി. നെക്സ്റ്റ്, അറബ് മേ ലഷ്കർ കോ നൂഹ് കെ നാം സേ ക്യോ യാദ് കർത്തെ ഹേ? അറബിൽ ലഷ്കറിനെ നൂഹ് എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത് എന്തുകൊണ്ടെന്ന്? ലഷ്കർ കോ അറബ് വാസികൾ, അറബ്യൻ ആൾക്കാർ നൂഹ് ലക്കബ് ഏക്ക് പദവി, ഒരു പദവിയാണ്, ഒരു സ്ഥാനം. കെ രൂപമേ യാദ് കർത്തെ ഹേ, ഒരു സ്ഥാനം പേരായിട്ട്. ബഹുത് ഹി കരുണാവാൻ പദാധികാരി തെ, ഒരു ഭയങ്കര കരുണ ഉള്ള ആളായിരുന്നു. ഇസ്ലിയെ ധീരെ ധീരെ, അങ്ങനെയാണ് അവർ പിന്നീട് നൂഹ് കെ നാംസെ, നൂഹ് എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. ഉസേ പൈഗംബർ കഹാഗയ, പൈഗംബർ എന്നും പറയുന്നു. नेक्स्ट क्वेश्चन, लेखक की माँ किस समय पेड़ों के पत्ते तोड़ने के लिए मना करती थी और क्यों? ലേഖകൻ്റെ അമ്മ ഏത് സമയത്താണ് മരത്തിൻ്റെ മുകളിൽ നിന്ന് ഇലകളൊന്നും പൊട്ടിക്കരുത് എന്ന് പറഞ്ഞത് എന്തുകൊണ്ട്? ആൻസർ, ലേഖക കി മാം സൂരജ് കെ ഡൽനെ കെ ബാദ്, സൂര്യൻ അസ്തമിച്ച ശേഷം പേടോം കെ പത്തേ തോടിനെ സെ മന, അസ്തമിച്ച ശേഷം ഇലകൾ പൊട്ടിക്കരുത്. സെ ലക്താത്താക്കി ഈ സമയ, അവർക്ക് തോന്നുന്നതാണ്, അങ്ങനെ പറിക്കുമ്പോൾ ടൂ രോത്തെ ഹേ, മരങ്ങൾ കരയുന്നു. അവർ തോടിനെ വാലേക്കോ ബദ്ദുവ ദേത്തെ ഹേ, ശാപം കിട്ടുന്നു പൊട്ടിക്കുന്നവർക്ക്. അടുത്ത ക്വസ്റ്റ്യൻ, പ്രകൃതിമേ ആയ അസന്തുലൻ കാ ക്യാ പരിണാം? പ്രകൃതിയിലുള്ള സന്തുലിതാവസ്ഥ അല്ലാത്തത്, അതിനെന്താ കാരണമെന്ന്? എങ്ങനെയാണ് അസന്തുലനാവുന്നത്? പ്രകൃതിമേ ആയ അസന്തുലൻ കാ ദുഷ്പരിണാം ബഹുത്ത് ഭയങ്കർ ഹുവ, ഭയങ്കരമാണ്. എന്താ ഉണ്ടാവുക? സമുദ്രി തൂഫാൻ, കൊടുങ്കാറ്റ്, സമുദ്രത്തിലൊക്കെ കൊടുങ്കാറ്റ് വരിക, ഭൂകമ്പം വരിക, ആന്തിയാം കൊടുങ്കാറ്റ്, ഗർമി ചൂട്, അത്യധിക ബഡി ചൂട് അധികം വർദ്ധിക്കുക, അസമയ ബർസാത്തെ ഹുയ്യെ, സമയത്ത് മഴ പെയ്യുക, നൈ രോഗ ഉൽപ്പന്ന ഹുയ്യെ, പുതിയ രോഗങ്ങൾ ഉണ്ടാവുക, പശുപക്ഷി ഗർസെ ബേഗർ ഹോ ഗയെ, പക്ഷികളെല്ലാം വീടില്ലാതെ ഇങ്ങനെ പാറിപ്പറന്ന് നടക്കുക. മരങ്ങളൊക്കെ മുറിക്കുമ്പോൾ വീടൊക്കെ പോവില്ലേ, അതാണ്. ലേഖകി മാംനെ പൂരെ ദിൻ കാ രോസ ക്യോ രഖാ? ലേഖകൻ്റെ അമ്മ ദിവസം മുഴുവൻ രോസ പറഞ്ഞ ഉപവാസം എടുത്ത് എന്തുകൊണ്ട്? ലേഖകി മാം ബഹുത് ഹി ദയാലു ഔർ ധർമ്മഭീരു സ്ത്രീ ഥി. ലേഖകൻ്റെ അമ്മ വളരെ ദയാലുവും ധർമ്മഭീരു
ആയിട്ടുള്ള ഒരു സ്ത്രീയായിരുന്നു. ഉസ്കെ ഹാത്തോം സെ ഗലത്തി സെ കബൂത്തർ കാ അണ്ട ഫൂട്ട് ഗയ. ഇതായിട്ട് അവരുടെ കയ്യിൽ നിന്നിട്ട് അറിയാതെ അങ്ങനെ എഗ്ഗ് പൊട്ടിപ്പോയി. പച്താവേ കെ കാരൻ, പശ്ചാത്തപിക്കുക, ആ കാരണം കൊണ്ട് ഉസ്നെ ദിൻ ഭർ റോസ രഖ, ദിവസം മുഴുവൻ ഉപവാസം എടുത്തു. ഖുദാസെ അപ്പന ഗുനാഹ് മാഫ് കർണേക്ക്, തെറ്റിന് മാപ്പപേക്ഷിച്ചു എന്ന്. അടുത്തത് ലേഖക് ने ग्वालियर से बम्बई तक किन बदलावों को महसूस किया. ലേഖകൻ ഗ്വാളിയറിൽ നിന്ന് മുംബൈ വരെ എത്തി അവിടെ അങ്ങനെയുള്ളപ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് തോന്നുന്നതെന്ന്. ലേഖകനെ ഗ്വാളിയർ സെ മുംബൈ തക്ക് അനേക ബദലാവ് ദേക്കെ, കുറേ മാറ്റങ്ങളൊക്കെ കണ്ടു. ഉസ്കെ ദേഖ്തേ ദേഖ്തേ ജംഗിൾ കാട്ടുകയെ, നോക്കിക്കൊണ്ടിരിക്കുകയെ തന്നെ കാടുകളെല്ലാം വെട്ടിമാറ്റി. പശുപക്ഷി എന്താണ് ഷഹർ ചോട് കർ കഹി ഭാഗുകയെ, പശുപക്ഷികളൊക്കെ മൃഗങ്ങളും പക്ഷികളൊക്കെ ഷഹർ ടൗണൊക്കെ വിട്ടിട്ട് ഓടിപ്പോയി, എവിടെയോ പോയി. ജോ ഭാഗ് നഹി സകെ, ഓടിപ്പോവാൻ പറ്റാത്തവർ ഉണ്ടായിരുന്നു. വേ ദുർഗതിയ ഓർ പേക്ഷ സഹക്കർ ജീത്തെ, ദുർഗതിയോട് കൂടിയിട്ടും അവിടെല്ലാം സഹിച്ചിട്ട് അവിടെ നിൽക്കേണ്ടി വന്നു. അടുത്ത ക്വസ്റ്റ്യൻ, ഡേര ഡാൽനെ സെ ആപ്പ് ക്യാ സമझते हैं. ഡേര ഡാൽന എന്ന് പറഞ്ഞാൽ കൂടുണ്ടാക്കുക എന്നുള്ളത്. അതിൽ നിന്ന് നിങ്ങൾ എന്താ മനസ്സിലാക്കുന്നതെന്ന് ആ വീടിൽ നിന്ന്. ഡേര ഡാൽനെ കാ ആശയ ഹെ അപ്പനെ രഹിനെ കാ സ്ഥാൻ ബനാന, താമസിക്കാനുള്ളൊരു സ്ഥാനം ഉണ്ടാക്കുകയാണ്. ഉസ്കെ ലിയ ആവശ്യക് സാജോ സാമാൻ ജുട്ടാന, അതിനു വേണ്ടിയുള്ള സാധന സാമഗ്രികളൊക്കെ ശേഖരിക്കുക. കബൂത്തർ കെ ഡേരെ ഡാൽനെ കാ ആശയ, കബൂത്തറിൻ്റെ ഡേരെ ഡാൽന എന്ന് പറഞ്ഞാൽ എന്താണ്, അതിൻ്റെ ആശയം എന്താണ്? അപ്പനെ തഥാ ബച്ചോം കെ ലിയെ ഗോൺസല ബനാന, തനിക്കും തൻ്റെ കുട്ടികൾക്കും കൂടുണ്ടാക്കുക. ബച്ചോം കെ ഖാനെ പീനെ കെ ലിയെ സാമഗ്രി ജുട്ടാന, കുട്ടികൾക്ക് കൊടുക്കാൻ ഭക്ഷിക്കാനും കുടിക്കാനും എല്ലാം സാമഗ്രികൾ ശേഖരിക്കുക. ഇതാണ് നമ്പർ 7 ക്വസ്റ്റ്യൻ. സുനു. शेख अयास के पिता अपने बाजू पर काला च्योंटा रेंगता देख भोजन छोड़कर क्यों उड़ खड़े हुए. ഷേഖ് അയാസ് എന്ന അവരുടെ പിതാവ് തൻ്റെ അപ്പനെ ബാജു പർ, തൻ്റെ കയ്യിൽ വന്നിരുന്ന ആ കറുത്ത ഒരു ജീവിയെ ഇങ്ങനെ എഴയുന്നുണ്ടായിരുന്ന കയ്യിൽ, അത് കണ്ടിട്ട് ഭോജൻ ചോഡ്കർ ക്യോ ഉഡ് ഖടേ ഹുയെ, ഭക്ഷണം കഴിക്കുന്നത് ഒഴിവാക്കിയിട്ട് അവിടുന്ന് എഴുന്നേറ്റ് പോയി. എന്തുകൊണ്ട്? ആൻസർ, ഷേഖ് അയാസ് കെ പിത, ഷേഖ് അയാസ് എന്നുള്ള അവരുടെ പിതാവ് ബഹുത് ഹി ദയാലു, വളരെ ദയുള്ള ഒരു മനുഷ്യനാണ്. തഥാ ജീവപ്രേമി മനുഷ്യത്തെ, എല്ലാ ജീവികളോടും സ്നേഹമുള്ള മനുഷ്യനായിരുന്നു. ഉന്നോനെ ഭോജൻ കർത്തേ സമയ ദേഖ, ഭക്ഷണം കഴിക്കാൻ പോകുന്ന ആ സമയത്ത് കണ്ടു. കി ഏക് കാല ചോട്ട, ഒരു കറുത്ത ജീവി ഉൻകി ബാജു പർ രേങ്ക് രഹാ ഹെ, കയ്യിലൂടെ ഇങ്ങനെ എഴയുന്നത്. उन्हें लगा कि ये छोटा कुएं के पानी के साथ उन तक आ गया है. കിണറ്റിലെ വെള്ളത്തിൻ്റെ കൂടെ ഇങ്ങനെ തൻ്റെ കയ്യിലിങ്ങനെ വന്നു പെട്ടതാണ്. ബേഗർ ഹോ ഗയ, ഇതിന് വീടില്ലാതെയായി തീർന്നു, ഇപ്പം ഇവിടേക്ക് സ്ഥലം മാറി വന്നുകൊണ്ട്. ഇസെ വാപ്പസ് കുയേക്കെ പാസ് ചോട് ആനാ ചാഹിയെ, ഇതിനെ കിണറിൻ്റെ അടുത്ത് തന്നെ കൊണ്ടുപോയിട്ട് ഇടണമെന്ന് വിചാരിച്ചു. ഇസി ഇച്ഛാസെ വേ ഭോജൻ ചോട് കർ ഉഡ് കടേ ഹുയെ, ഇതുകൊണ്ടാണ് ഭക്ഷണം ഉപേക്ഷിച്ചിട്ട് അദ്ദേഹം വേഗം എഴുന്നേറ്റ് പോയി ആ ജീവിനെ അവിടെ കൊണ്ടിടാൻ വേണ്ടി പോയത്. അടുത്ത ക്വസ്റ്റ്യൻ, ബഡ്ത്തി ഹുയി ആബാദി കാ പര്യാവരൺ പർ ക്യാ പ്രഭാവ് പടാ. ബഡ്ത്തി ഹുയി ആബാദി, ആബാദി പറഞ്ഞാൽ ജനസംഖ്യ. ബഡ്ത്തി ഹുയി വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ജനസംഖ്യ പര്യാവരൺ പർ ക്യാ പ്രഭാവ് പടാ, നമ്മുടെ പരിസ്ഥിതിയെ എങ്ങനെയാണ് ബാധിക്കുന്നത് എന്ന്. കൈസെ പ്രഭാവിത് നോക്കൂ. അല്ലെങ്കിൽ പ്രകൃതി മേ ഹോ രഹേ അസന്തുലൻ സേ പര്യാവരൺ മേ ക്യാ ബദലാവ്, എന്ത് മാറ്റാണ് വന്നതെന്ന്. ജനസംഖ്യ, ജനങ്ങളെല്ലാം വർദ്ധിച്ച കാരണം നോക്കൂ. ബഡ്ത്തി ആബാദീനെ പര്യാവരൺ കെ സന്തുലൻ കോ ബിഗഡ് കർ രഖാ ദിയാ ഹെ, സമുദ്ര കി ലഹരോं കോ സീമിത് കർ ദിയ. വർദ്ധിച്ചു വരുന്ന ജനസംഖ്യ നമ്മളെ പര്യാവരണത്തെ മുഴുവൻ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. സമുദ്ര കി ലഹരോं കോ സീമിത് കർ, സമുദ്രത്തിൻ്റെ തിരമാലകളൊക്കെ അടിച്ച് മുന്നേറാനുള്ള ഒരു ഇതൊന്നും കൊടുക്കുന്നില്ല. സമുദ്രക്ക് രേത്തിയിലേ തടുപ്പർ, രേത്തിയിലേ എന്ന് പറഞ്ഞാൽ മണലാരണി, അവിടെ എല്ലാം മനുഷ്യരെന്ത് ചെയ്തു, ബസാദി കോളനികളൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങി. ആസ്പാസ് കെ ജംഗിൾ കാട്ട് ഡാലുകയെ, അടുത്തുള്ള വനങ്ങൾ എല്ലാം കാടുകളെല്ലാം വെട്ടിമുറിച്ചു. പേടോം കോ രാസ്തോം സേ ഹട്ടാദിയ, മരങ്ങളെല്ലാം റോഡരികിൽ നിന്നിട്ടെല്ലാം വെട്ടിമുറിച്ചു. പശു പക്ഷി ബസ്തിയാം ചോടുകർ കഹി ഭാഗുകയെ,
മൃഗങ്ങളും പക്ഷികളും എല്ലാം അവരുടെ സ്ഥലങ്ങളെല്ലാം ഉപേക്ഷിച്ചിട്ട് എവിടേക്കോ ഓടിപ്പോയി. വാതാവരൺമേ ഗർമി ബഡ്നെ ലഗി, അന്തരീക്ഷത്തിൽ ഇവിടെ എന്തൊക്കെയാണ് ചൂട് കൂടാൻ തുടങ്ങി. മൗസം ചക്ര ടൂട്ട് ഗയാ, ക്ലൈമറ്റുകളൊക്കെ വ്യത്യാസം വന്നു. ബർസാത്തെ ബേവക്ത് ഹോനെ ലഗി, മഴകളെല്ലാം സമയത്തെല്ലാം മഴ പെയ്യാൻ തുടങ്ങി. കബി തൂഫാൻ കൊടുങ്കാറ്റ്, ആന്ധിയാം കഹി ബാഡേ വെള്ളപ്പൊക്കങ്ങൾ, കഹി നയ നയ രോഗ് പുതിയ രോഗങ്ങളെല്ലാം ഉടലെടുക്കാൻ തുടങ്ങി. ഇസ് പ്രകാർ ബഡ്ത്തി ആബാദീനെ, ഈ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ആബാദീസെ ജനസംഖ്യ കൊണ്ട് പര്യാവരൺ ദൂഷിത്, നമ്മുടെ പരിസ്ഥിതി എല്ലാം ദൂഷിതമായിന്ന്, മലിനീകരണമായിന്ന്. അടുത്തത് ലേഖക് की पत्नी को खिड़की में जाली क्यों लगवानी पड़ी. ലേഖകൻ്റെ പത്നി ഈ കിടക്കി ജനലിൽ എന്തിനാണൊരു നെറ്റൊക്കെ ഇങ്ങനെ പിടിപ്പിച്ചത് അവരുടെ റൂമിൻ്റെ അടുത്ത് ആയിട്ട്. ആൻസർ ലേഖക് घर के रोशनदानों में कबूतरों ने अपना डेरा जमा लिया था. ലേഖക് घर के रोशनदानों में, ലേഖകൻ്റെ വീട്ടിലെ ഈ വെന്റിലേഷൻ അവിടെ കബൂത്തർ എന്ത് ചെയ്തു, ഡേര പറഞ്ഞാൽ കൂടുണ്ടാക്കി. വേ ഉസെ അപ്പന ഘർ സമജ് കർ അധികാർ കർ വഹാം രഹത്തെ, അത് തൻ്റെ വീടാണെന്നും പറഞ്ഞിട്ട് അവിടെ അധികാരം സ്ഥാപിക്കുകയായിരുന്നു ഈ പക്ഷികൾ. വേ അപ്പനെ ബച്ചോം കി ദേഖ്ഭാൽ കെ ലിയേ ദിൻ മേ അനേക ബാർ ആയാ ജായാ കർത്തേത്തെ, തൻ്റെ കുട്ടികളെ സംരക്ഷിക്കാൻ, ദേഖ്ഭാൽ എന്ന് പറഞ്ഞാൽ കെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ദിൻമേ ഒരു ദിവസം തന്നെ കുറേ പ്രാവശ്യം വന്നും പോയി ഇങ്ങനെയിരുന്നു. കബി കബി വേ മസ്തി കർത്തേ ഹെ, മസ്തി പറഞ്ഞാൽ എൻജോയ് ചെയ്തിട്ട്. ഗർക്കെ അന്തർ ചലയാത്തെ, വീട്ടിലേക്ക് എൻ്റെ ഉള്ളിലേക്ക് വരും. അനെ ഉൻകെ ഖേൽ മേ ലേഖക്കെ ഗർഖ കോയി സാമാൻ, അങ്ങനെ വന്നിട്ട് വീട്ടിലുള്ള സാധനങ്ങളെല്ലാം ഗിർക്കർ ടൂട്ട് ജാത്താത്ത പൊട്ടിക്കും. കബി വേ ലേഖക് പുസ്തകം കി അലമാരി പറാ ബൈഠത്തെ, ചിലപ്പോൾ ഒക്കെ ലേഖകൻ്റെ പുസ്തകങ്ങൾ അലമാരീൻ്റെ മുകളിൽ വന്നിരിക്കും. ഇസ്സേ ഘർ ഗന്ദ ഹോ ജാത്താത്ത, അങ്ങനെ വീട് മുഴുവൻ ഡേർട്ടിയായി. ഇസ് സബ് ജൻചട്ട് സേ ബച്ചനെ കെ ലിയെ, ഇതിൽ നിന്നെല്ലാം രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്, ഈ ബുദ്ധിമുട്ടുകളെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ലേഖക് की പത്നി, ലേഖകൻ്റെ ഭാര്യ എന്ത് ചെയ്തു, കിടക്കി കോ ബന്ദ് കർവാ ദിയ, ആ കിടക്കി ജനവാതിൽ അവിടെ അടച്ചു. ജിസ്സേ കബൂത്തർ ഘർ മേ ആത്തേത്തെ, അത് കബൂത്തർ അകത്തേക്ക് വരുന്നതിന് വേണ്ടിയിട്ട് ആ കിടക്കി എല്ലാം അടച്ചു. അടുത്തത് സമുദ്രക്കെ ഗുസ്സേക്ക് ക്യാ വജഹ് ഥി, സമുദ്രത്തിൻ്റെ ദേഷ്യത്തിന് വജഹ് എന്ന് പറഞ്ഞ കാരണം, എന്താണ് കാരണം. ഉസ്നെ അപ്പന ഗുസ്സ കൈസേ നിക്കാല, അത് സമുദ്രം തൻ്റെ ദേഷ്യം എങ്ങനെയാണ് പുറത്തെടുത്തത് എന്ന്. ആൻസർ സമുദ്രക്കെ ഗുസ്സേക്ക് മുഖ്യ വജഹ് ഥി ഉസ്കാ സിമട്ന, സമുദ്രത്തിൻ്റെ ദേഷ്യം പിടിക്കാനുള്ള മുഖ്യ കാരണം സിമട്ന സങ്കോചിക്കുക, സമുദ്രത്തിന് തിരയടിച്ചിങ്ങനെ വരാൻ പറ്റുന്നില്ല, അവിടെയൊക്കെ കോളനികൾ ഉണ്ടാക്കി. അപ്പോൾ അതിന് ഭയങ്കര ദേഷ്യം പിടിച്ചു. ചുരുങ്ങുക, സമുദ്രം ഇങ്ങനെ ചുരുങ്ങുക, എന്നുവെച്ചാൽ മുന്നോട്ട് വരാൻ പറ്റുന്നില്ല. മുംബൈക്ക് ബഡേ ബഡേ ബിൽഡറോംനെ സമുദ്രക്ക് ജമീൻ ചീൻ കർ ഉസ് മാനവോം കെ ലിയെ ബസ്തി ബനാ ഡാലി തി, മുംബൈയിലുള്ള ബഡേ ബഡേ ബിൽഡർമാർ, ബിൽഡിംഗ് ഒക്കെ ഉണ്ടാക്കുന്നവർ സമുദ്രത്തിൻ്റെ ആ കരഭാഗം കുറേ ഇങ്ങനെ തട്ടിയെടുത്തിട്ട് അവിടെ മനുഷ്യർക്ക് വേണ്ടി കോളനികളൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങി. ഇസേ സമുദ്ര കെ ലിയെ അപ്പനെ പാവ് ഫൈലാന തക്ക് കഠിൻ ഹോ ഗയ, അപ്പം സമുദ്രത്തിൻ്റെ കാലെന്ന് പറഞ്ഞാൽ ആ തിരമാലകൾക്ക് അടിച്ചു വരാൻ ഭയങ്കര ബുദ്ധിമുട്ടായി. തവ് അധഹ ഗുസ്സേമേ ആക്കർ, ദേഷ്യം പിടിച്ചിട്ട് ഏക് ദിൻ ഒരു ദിവസം അപ്പനെ ഛാത്തി പർ വിഹാർ കർത്തേ ഹുയേ തീൻ ജഹാസോങ്കോ, തൻ്റെ ഛാത്തി പറഞ്ഞാൽ ചെസ്റ്റ്, നെഞ്ച് എന്നാണ്. അപ്പോൾ സമുദ്രത്തിൻ്റെ നെഞ്ച് എന്ന് പറഞ്ഞാൽ സമുദ്രത്തിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുന്ന തീൻ ജഹാസോംകോ, 3 കപ്പലുകളെ ബഡി ജോർ സെ അലഗ് അലഗ് ദിശാവോ മേ ഫേങ്ക് ദിയ, വേറെ പല സ്ഥലങ്ങളിലേക്കായിട്ട് വലിച്ചെറിഞ്ഞു. സമുദ്ര ജഹാസോംകോ ബച്ചോം കി ഗേന്ദ് കി തര, കുട്ടികൾ കളിക്കുന്ന ഈ ഒരു പന്തിനെ പോലെയാണ് ഈ കപ്പലുകളെ എടുത്തെറിഞ്ഞത്. ഉച്ചാൽ ഫേങ്ക, എടുത്തെറിഞ്ഞു. വേ ഔന്തേ മോ ഗിർ കർ ടൂട്ടെ ഫൂട്ട് ഗേ, അങ്ങനെ പൊട്ടി പോയി എവിടെയൊക്കെയോ വീണിട്ട്. ഉന്മേ സവാർ യാത്രി ഫിർ ചലനെ ഫിർനെ യോഗി ബി നഹി രഹെ, അതിൽ സഞ്ചരിക്കുന്ന യാത്രക്കാർക്ക് പിന്നെ ഒരിക്കലും നടക്കാനോ ഒന്നിനും പറ്റാത്ത ഒരു അവസ്ഥയിലായിപ്പോയി.